ഈ സെക്ഷനിൽ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ വോയിഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. വോയിഡ്സിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ആറ്റങ്ങളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടെത്താം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ അതിന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർമ്മയിൽ കൊണ്ടുവരണം. ഇന്റർസ്റ്റീഷ്യൽ വോയിഡ്സ് പറയുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഒരു ലാറ്റിസിൽ n ആറ്റങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ലാറ്റിസ് ഫോംഡ് ബൈ n ആറ്റംസ്. അതായത് ലാറ്റിസ് പോയിന്റുകളിൽ, ലാറ്റിസിന്റെ ലാറ്റിസ് സൈറ്റുകളിൽ, ക്രിസ്റ്റൽ ലാറ്റിസ് 3 ഡയമെൻഷണൽ ക്രിസ്റ്റലിന്റെ ലാറ്റിസ് പോയിന്റുകളിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ആറ്റങ്ങളുടെ എണ്ണം n ആണെങ്കിൽ, number of atoms is equal to n, then the number of octahedral voids formed is equal to ആ ക്രിസ്റ്റലിൽ ഫോം ചെയ്യുന്ന octahedral voidsന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ആറ്റങ്ങളുടെ അതേ എണ്ണമാണ്. അതേസമയം നമ്പർ ഓഫ് tetrahedral voids is equal to, number of tetrahedral voids is equal to 2n. അതായത് ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ഡബിൾ. നമ്പർ ഓഫ് ആറ്റംസ് n, നമ്പർ ഓഫ് octahedral voids, ആറ്റങ്ങളുടെ എണ്ണം n ആണെങ്കിൽ octahedral voidsന്റെ എണ്ണം ആറ്റങ്ങളുടെ അതേ എണ്ണമാണ്. അതേസമയം tetrahedral voids ആറ്റങ്ങളുടെ ഡബിൾ ഉണ്ടാകും. ഈ പോയിന്റ് തലയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ തന്നത് നോക്ക്, എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 എലമെന്റ്സ് x ആൻഡ് y. എക്സും വൈയും ചേർന്നിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്തത്. y ആറ്റംസ് ആണ് ലാറ്റിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആറ്റംസ് ഓഫ് ദി എലമെന്റ് വൈന്റെ ആറ്റംസ് ആണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ലാറ്റിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ലാറ്റിസിന്റെ ലാറ്റിസ് പോയിന്റുകളിലെല്ലാം ഉള്ളത് y ആണ്. ഓക്കെ, ലാറ്റിസ് പോയിന്റുകളിലെല്ലാം ഉള്ളത് y ആണ്. അതേസമയം ഈ y ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തപ്പോൾ അവിടെ ഫോം ചെയ്ത octahedral voidsലാണ് ആരുള്ളത്? element x ഉള്ളത്. ഇത് x ആണ്. Okay, those of element x occupy all the octahedral voids. Okay, octahedral voidsലാണ് ആരുള്ളത്? പിന്നെ എക്സിന്റെ ആറ്റങ്ങൾ ഉള്ളത്. ഒന്നുകൂടി, എക്സും വൈയും ചേർന്നിട്ടാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്തിട്ടുള്ളത്. വൈന്റെ ആറ്റംസ് ആണ് ലാറ്റിസ് സൈറ്റിലുള്ളത്. അതേസമയം വൈ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന octahedral voidsലാണ് ആരുള്ളത്? പിന്നെ എക്സ് ആറ്റങ്ങൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ what is the formula of the compound? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നോക്കിക്കോ, let number of y atomsന്റെ എണ്ണം n ആണെന്ന് വിചാരിക്കാം. number of y atoms n. then what is the number of octahedral voids? ലാറ്റിസ് ഫോം ചെയ്തിട്ടുള്ള ആറ്റങ്ങളുടെ അതേ എണ്ണം അല്ലെ? octahedral voids n ആണ്. n octahedral voids ഉണ്ട്. ആ n octahedral voids എല്ലാ octahedral voidsലും ആര് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്? എക്സിന്റെ ആറ്റങ്ങൾ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, therefore number of x atoms, n octahedral voids ഉണ്ട്, അതിലെല്ലാം x ആറ്റങ്ങൾ ഉണ്ട്. അപ്പൊ x ആറ്റങ്ങളുടെ എണ്ണം എത്രയാ? n. then what is the ratio of y and number of atoms of y and x, which is equal to n is to n, which is equal to 1 is to 1. then what is the formula of the compound? Formula is equal to yx. okay, second question എന്താണ്? atoms of element B form HCP lattice. ലാറ്റിസ് ഫോം ചെയ്തിട്ടുള്ളത് B യുടെ ആറ്റങ്ങളാണ്. അങ്ങനെ ലാറ്റിസ് ഫോം ചെയ്തപ്പോൾ ഉണ്ടായ
എത്രയാണ് എയുടെ ആറ്റങ്ങൾ ഓക്യുപ്പൈ ചെയ്യുന്നത്? എല്ലാ ടെട്രാഹെഡ്രൽ ആറ്റങ്ങളും എയുടെ ആറ്റങ്ങൾ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആകെയുള്ള ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ 2/3 എ എലമെന്റ്സ് ഓക്യുപ്പൈ ചെയ്യുന്നത്, എയുടെ ആറ്റങ്ങൾ ഓക്യുപ്പൈ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തില് പിന്നെ വൈ ആറ്റങ്ങളാണ് ലാറ്റിസ് ഉണ്ടാക്കിയത്. അവിടെ ഉണ്ടായ എല്ലാ ഒക്ടാഹെഡ്രൽ വോയിഡ്സിലുമായിരുന്നു എക്സ് ആറ്റങ്ങൾ ഓക്യുപ്പൈ ചെയ്തത്. ഇവിടെ ബി ആറ്റങ്ങളാണ് ലാറ്റിസ് ഫോം ചെയ്തത്. ലാറ്റിസ് ഫോം ചെയ്ത ആറ്റങ്ങൾ ഏതാണോ അത്രയും എണ്ണം എന്തുണ്ടാകും? ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാകും. അതിന്റെ ഡബിൾ ആണ് ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ എണ്ണം. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ലെറ്റ് നമ്പർ ഓഫ് ബി ആറ്റംസ് n. അപ്പൊ n ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? സ്മോൾ ലെറ്റർ n ആയിട്ട് എടുക്കേണ്ടത് എന്തിനെയാണ്? ലാറ്റിസ് ഫോം ചെയ്ത ആറ്റങ്ങളുടെ എണ്ണമാണ്. അപ്പൊ ലാറ്റിസ് ഫോം ചെയ്തത് ബി ആറ്റങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then what is the number of tetrahedral voids? tetrahedral voids ന്റെ എണ്ണം എത്രയാ? number of tetrahedral voids is equal to 2n. okay, then what is the number of a atoms? പറയണം എന്താണ്? 2n ന്റെ 2/3. ഓക്കെ, ആകെയുള്ള 2n വോയിഡ്സിന്റെ 2/3 ഫുള്ളില്ല, 2/3 മാത്രമാണ് എന്തുള്ളത്? എ ആറ്റങ്ങൾ ഉള്ളത്. സോ നമ്പർ ഓഫ് എ ആറ്റംസ് 4n/3. ഓക്കെ, then what is the ratio of a is to b? എയും ബിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? a is to b is equal to 4n/3 is to n. okay, it is 4/3 is to 1. it is 4 is to 3. okay, അങ്ങനെയാണെങ്കിൽ what is the formula? The formula of the compound is equal to, formula is a is to b. a4 ആണ്, b3 ആണ്. so a4b3, a4b3. okay, കുഞ്ഞോളെ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് ആനിയോൺസ് ബി ആർ അറേഞ്ച്ഡ് ഇൻ എ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. cations A are equally distributed between octahedral and tetrahedral voids. അപ്പൊ ഇവിടെ ക്രിസ്റ്റൽ ഫോം ചെയ്തത് ആരാണ്? ഏത് ആറ്റങ്ങളാണ്? ഐ മീൻ ഏത് അയോൺസ് ആണ്? ബി ആണ് അല്ലെ? സോ നമ്പർ ഓഫ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത് എന്തിനാണ്? നമ്പർ ഓഫ് ആനിയോൺസ് ബി. ഓക്കെ, നമ്പർ ഓഫ് ആനിയോൺസ് ബി വിച്ച് ഇസ് n. ഇതില് എയുടെ എണ്ണം കണ്ടുപിടിക്കാൻ എനിക്ക് തന്ന ഹിന്റ് എന്നത് അറിയാവോ? എ എന്ന് പറയുന്നത് ഈ ബി അയോൺസ് അറേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായ ഒക്ടാഹെഡ്രൽ വോയിഡ്സിലും ടെട്രാഹെഡ്രൽ വോയിഡ്സിലും ഈക്വൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നോക്കി, എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഓൾ ദി ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആർ ഓക്യുപൈഡ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബി ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് ടൈപ്പിലുള്ള വോയിഡ്സ് ഫോം ചെയ്യും, ഒക്ടാഹെഡ്രലും ടെട്രാഹെഡ്രലും. അതിൽ രണ്ടിൽ ഈക്വൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഹിന്റ് കൂടി തന്നിട്ടുണ്ട്, ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഫുൾ ആയിട്ട് ഓക്യുപൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോ എങ്ങനെയാണ് ബി എ ആറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് നോക്കിക്കോ. then what is the number of octahedral voids? number of octahedral voids is equal to n. what is the number of tetrahedral voids? number of tetrahedral voids is equal to 2n. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് കാറ്റയോൺസ് എ. എങ്ങനെ? ഒക്ടാഹെഡ്രൽ വോയിഡ്സിന് മാത്രമല്ല, ആദ്യം പറഞ്ഞില്ല അങ്ങനെയായിരുന്നു, രണ്ടാമത്തെ ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ. ഇതില് ഒക്ടാഹെഡ്രലുണ്ട് ടെട്രാഹെഡ്രലുണ്ട്. ഒക്ടാഹെഡ്രൽ ഫുൾ ഓക്യുപൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഉറപ്പാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എത്രയാണ്? എന്നല്ല, അതിൽ ഫുള്ള് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഒക്ടാഹെഡ്രൽ വോയിഡ്സിൽ എത്രയുണ്ടോ അത്ര തന്നെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്, ഈക്വൽ ആയിട്ടാണ് പറഞ്ഞത്. അതായത് 2n ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ n അതിന്റെ പകുതിയിലും ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ തന്നത് കാറ്റയോൺസിന്റെ എണ്ണം പറയുമ്പോൾ
എന്നല്ല തന്നിട്ടുള്ളത്. ഓക്കെ, അതിന്റെ വേറെ രീതിയിൽ പറഞ്ഞത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്, ഓൾ ദി ഒക്ടാഹെഡ്രൽ വോയിഡ്സ് അത്ര തന്നെ ടെട്രാഹെഡ്രൽ വോയിഡ്സിലും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അതായത് 2n ന്റെ പകുതി n. സോ ടോട്ടൽ നമ്പർ ഓഫ് കാറ്റയോൺ ഈസ് 2n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A is to B or B is to A എങ്ങനെ പറയാട്ടോ? A is to B is equal to എത്രയാണ് 2n. 2n is to n which is 2 is to 1. Therefore the formula of the compound is A to B. A to B. Okay. നമ്മുടെ അടുത്ത പ്രോബ്ലം. ഇൻ എ സോളിഡ് ഓക്സൈഡ് അയോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ CCP. സോ ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ടുള്ളത് ഓക്സൈഡ് അയോണുകളാണ്. ഓക്കെ, അപ്പോൾ ഉണ്ടായ ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ 1/6 A എന്ന കാറ്റയോണും അതേസമയം ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ 1/3 B എന്ന കാറ്റയോൺസും ആണ് ഉള്ളത്. ആനിയോൺ ആണ് ക്രിസ്റ്റൽ ഉണ്ടാക്കിയത്. ഓക്കെ, oxide ion എന്ന് പറഞ്ഞാൽ O2 മൈനസ്. സോ നമ്പർ ഓഫ് ഓക്സൈഡ് അയോൺസ്, നമ്പർ ഓഫ് O2 മൈനസ് അയോൺസ് എത്ര ആയിട്ട് എടുക്കണം? n ആയിട്ട് എടുക്കാം. n. ഓക്കെ, നമ്പർ ഓഫ് O2 മൈനസ് അയോൺസ് n. Then അങ്ങനെയാണെങ്കിൽ what is the number of octahedral voids? Number of octahedral voids is equal to n. Number of tetrahedral voids is equal to 2n. ഇനി നമുക്ക് കാറ്റയോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. Therefore number of ഏത് കാറ്റയോൺ ഇപ്പൊ നമുക്ക് A പ്ലസ് കാറ്റയോൺ A പ്ലസ് എത്രയാണെന്ന് അറിയാം. A പ്ലസ് എവിടെയാ ഉള്ളത്? A പ്ലസ് ഉള്ളത് ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ 1/6 ടോട്ടൽ ടെട്രാഹെഡ്രൽ വോയിഡ്സ് 2n ആണ്. സോ 2n into 1/6. ഓക്കെ, 2n/6. ഓക്കെ, 2n/6 into 6 അല്ല by 6. സോ n/3. ഓക്കെ, number of A plus n/3. Then what is the number of B plus B cation ആണെന്നാ പറഞ്ഞത്. B plus എത്രയാ? ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 1/3 ആണ്. ഒക്ടാഹെഡ്രൽ വോയിഡ്സ് n ആണ്. അപ്പൊ by 3. ഓക്കെ, then ഇനി നമുക്ക് എയും ബിയും ഓയും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞൂടെ? A is to A plus B plus is to O2 minus is equal to n/3 is to n/3 is to n. Okay, which is equal to 1/3 is to 1/3 is to 1. Okay, or 1 is to 3. അങ്ങനെയാണെങ്കിൽ ഫോർമുല പറഞ്ഞൂടെ? Therefore formula is equal to A plus B plus O2 minus ചാർജ് പോയില്ലേ? 2 plus 2 minus ചാർജ് പോയി. ഫോർമുല is equal to A എത്രയാണ്? 1. B എത്രയാണ്? 1. O എത്രയാണ്? 3. സോ ഫോർമുല is AbO3. ഓക്കെ, അപ്പോ വരാവുന്ന രീതിയിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ.